അതൊരു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവിടുത്തെ പ്രശ്നം ഇതാണ്. ഓ, എല്ലാം പ്രശ്നമുള്ള സ്ഥലത്തെ പ്രശ്നം ഇതാണ്. ഈ ഷിയ സുന്നി തന്നെയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ സിറിയയിലും ഇപ്പൊ ഇറാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാനിലെ വിഷയം എന്താണ്? താലിബാൻ ഭരണം. താലിബാൻ എന്താണ്? താലിബാൻ ആരെയാണ് ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവരാരുമായിട്ട് അടി? അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഐസിസുമായിട്ട്. ഐസിസ് അതിന് ന്യൂട്രൽ അല്ലേ? ഇപ്പൊ പോയില്ലേ? എവിടെ പോയി? അല്ല, ഇപ്പൊ ആക്റ്റീവ് അല്ലല്ലോ. അവരവിടെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഈ അടുത്തും കൂടി കഴിഞ്ഞ ദിവസം കൂടി പൊട്ടിച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഐസിസിന്റെ ലക്ഷ്യം എന്താണ്? അവരുടെ ആ ഒരു പ്രസ്ഥാനം വളർത്തുക, ഐസിസ് വളർത്തുക, അതെല്ലായിടത്തും ഇസ്ലാമിക് സ്റ്റേറ്റ്. അപ്പോ ഐസിസിന് താലിബാനെ കുറിച്ചുള്ള പരാതി എന്താണ്? അവരിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ മതത്തിൽ വെള്ളം ചേർക്കുന്നു എന്നാണ്. താലിബാൻ മതത്തിൽ വെള്ളം ചേർക്കുന്നു എന്നാണ് ഐസിസിന് താലിബാനെ കുറിച്ചുള്ള പരാതി. പ്യൂർ ഇസ്ലാം അല്ല താലിബാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഐസിസ് പറയുന്നത്. പ്യൂർ ഇസ്ലാം എന്നല്ല, അവർ ഇസ്ലാമിലെ പല നിയമങ്ങളിലും വെള്ളം ചേർക്കുന്നു എന്നാണ് ഐസിസിന് താലിബാനെ കുറിച്ചുള്ള പരാതി. അപ്പോൾ താലിബാൻ എന്താണെന്ന് നമുക്കറിയാലോ. പെണ്ണുങ്ങളെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന, ജോലിക്ക് വിടാത്ത, അവർ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന, അവർ പ്രതിമകൾ പോലും വെറുതെ വിടാത്ത ഒരു കിരാത ഭരണകൂടം. അടുക്കളയ്ക്ക് ജനലും വാതിലും പോലും പാടില്ല എന്ന് പറയുന്ന ഭരണകൂടമാണ് താലിബാൻ. ഈ താലിബാനെ കുറിച്ച് ഐസിസ് പറയുന്നത് അവർ മതത്തിൽ വെള്ളം ചേർക്കുന്നു. അപ്പം ഐസിസ് എന്തായിരിക്കും മതം? അതിനപ്പുറത്തുള്ള സ്റ്റേജ് ആയിരിക്കും. സ്റ്റേറ്റിലറി. ഇതിലിനിയിപ്പോൾ മതമാണോ? ആ ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? അത് മതമാണോ? അതേ മതമാണ്. അപ്പം ഇനി ഏതാണ് നിങ്ങൾക്ക് മതമല്ലാത്തൊരു? ഈ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയുമ്പോൾ അവരിൽ മതം കടന്നു വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇന്റേണൽ പൊളിറ്റിക്സ് എടുത്താലും അത് കറങ്ങി തിരിഞ്ഞ മതത്തിലാണ് വരാം.